അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റമളാനിൽ നോമ്പ് പിടിക്കവോ സാധിച്ചില്ല. ഉദാഹരണಕ್ಕೆ പനി ಬಂತು ಅಥವಾ ശാരീരികമായ എന്തെങ്കിലും സംഭവിച്ചിട്ട് നോമ്പ് നഷ്ടപ്പെട്ടിട്ട് ആ നോമ്പുരെ കള്ളാവിട്ടുമ്പോൾ ഞങ്ങൾ അരി മുദ്ദു ഭക്ഷಣ കൊടുക്കണ ಆಸನಿಟ್ಟು ಚಂಬಲ್ ಕೇಕಡಾರು. ಅದರ ಜವಾಬು ಸುಲಭ, ನಿಮಗೆಲ್ಲರೂ ಗೊತ್ತುಂಟು. ഉദാഹരണക്ക് 2026 റമളാനേക്ക് കഴിഞ്ഞു പോയത്. ഈ റമളാനിൽ ഞങ്ങൾക്ക് നോമ്പ് ഒരു നോമ്പ് നഷ്ടപ്പെട്ടു. അപ്പോൾ 2027 റമളാൻ ബണ്ട മുന്നല്ലോ അർജൻറ്റായിട്ട് കാരണം ഉണ്ടായിട്ട് നഷ്ടപ്പെട്ടതാണെങ്കിൽ ആ റമളാൻ ബണ്ട മുന്നല്ലോ നോമ്പ് വീട്ടിൽ തവണം, കള്ളാ വീട്ടിൽ തവണം ഒന്ന്. ഇനി ഇത് വെറുതെ വിട്ട നോമ്പ് തന്നി കുടിച്ചത് അയച്ചു ചോദിച്ചു സിമ്പിളായിട്ട് എന്ന് കണ്ടാൽ നോമ്പ് തീന പാടുകെ അർജൻറ്റായിട്ട് എന്താക്കണം, കള്ളാ വീട്ടണം. നോമ്പല്ലേ, റമളാനല്ലേ, മനസ്സിലാക്കിയാറാ. ഇനി അരി കൊടുക്കേണ്ടത് വേണ്ട, അതെപ്പ ബണ്ട് അതെപ്പ കൊണ്ടുണ്ടാ. ഇപ്പം ഇത് 2026 നോമ്പല്ലേ കഴിഞ്ഞേ. ഇനി 2027 നോമ്പ് മുന്നോലായിട്ട് നോമ്പ് പിടിക്കണമെന്ന് ചൊന്നെ. ഇനി 2027 മുന്നോലായിട്ട് നോമ്പ് പിടിച്ചിട്ടില്ല. അർത്ഥാക്കറോ, 2027 നോമ്പിടെ മുന്നോലായിട്ട് നോമ്പ് പിടിച്ചിട്ടില്ല. അപ്പോൾ ആ നോമ്പ് ഒരു വർഷം പൈസ ഇತ್ತು. അങ്ങനെ 27 നോമ്പും ಬಂತು, ആ നോമ്പും കഴിഞ്ഞിട്ട് 28 നോമ്പ് ഇടയിൽ എന്താക്കിയ 27 28 ഇടയിൽ 2027 2028 ആ വർഷത്തെ ഇടയിലുള്ള നോമ്പ് എടുക്കാൻ എന്താക്കിയ ആ നോമ്പ് കലാ വിട്ടിയ. എപ്പത്തെ നോമ്പ്? 2026 നോമ്പ്. അങ്ങനെ കലാ വിട്ടുമ്പോൾ ഈ മനുഷ്യൻ എന്താക്കണം ಗೊತ್ತುಂಟಾ, ഓണു നോമ്പ് കലാ വിട്ടണു പ്ലസ് ഒരു മുദ്ദു ഭക്ഷണം കൊടുക്കണം. ചമ്മല്ല ഒരു മുദ്ദു ചെന്നിത്ത ഒരു 800 മില്ലി ഏറിപ്പോയെങ്കിൽ ഒരു 800 ഗ്രാം മനസ്സായെങ്കിൽ ഒരു kg കൊടുക്കാം. നീയത്ത് വെച്ചിട്ട് എന്താക്കണം, കൊടുക്കണം. എല്ലാവർക്കും അർത്ഥ ഇത്തല്ലേ. ഇൻഷാ അല്ലാ ബാക്കി വിഷയ നെക്സ്റ്റ് പാർട്ടിൽ ചെല്ലറേ. അള്ളാഹു കബൂലാക്കട്ടെ. അസ്സലാമു അലൈക്കും.